ഹായ് ഓൾ, ഞാൻ ജ്യോതി. ഇന്ന് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ വൈൻ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. വെൽക്കം ടു ഫുഡ് വില്ലേജ്. വൈൻ തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 3 കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കിയത്, 1.5 കിലോ പഞ്ചസാര. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം, കുറവ് വേണ്ടവർക്ക് കുറച്ച് മതി. പിന്നെ 12 ഏലക്ക, 12 ഗ്രാമ്പു, 2 കറുവപ്പട്ട ചെറുതാണെങ്കിൽ 3 വരെ എടുക്കാം, അല്ല വലുതാണെങ്കിൽ 2 ഒക്കെ മതി. ഇനി 3 തക്കോലം. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്ത് അതിലേക്ക് മുന്തിരിയും ക്രഷ് ചെയ്ത സ്പൈസസും കൂടിയിട്ട് അതിലേക്ക് 4.5 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മുന്തിരി നല്ലപോലെ വെന്തതിന് ശേഷം ഷുഗർ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും തണുക്കാൻ വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം 1/2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമ്മൾ പുളിപ്പിക്കാൻ വെച്ചത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് ഈർപ്പമില്ലാത്തൊരു ഭരണിയിലേക്ക് ഈ വൈൻ നമുക്ക് പകർത്തി വെക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഉണക്ക് വായു കിടക്കാത്ത രീതിയിൽ നല്ലൊരു തുണി കൊണ്ട് കവർ ചെയ്ത് മൂടി കെട്ടി വെക്കണം. അതുപോലെ തന്നെ വെളിച്ചം കയറാത്തടത്ത് സൂക്ഷിക്കുകയും ചെയ്യണം. പിന്നെ നമുക്ക് ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മുന്തിരി വൈൻ്റെ സ്മെല്ല് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് അതേപടി തന്നെ വായു കിടക്കാത്ത രീതിയിൽ കെട്ടി വെളിച്ചം കിടക്കാത്തത് സൂക്ഷിക്കാം. ഈ പ്രോസസ്സ് ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എന്നാണോ വൈൻ എടുക്കുന്നത് അന്ന് വരെ സെയിം ടൈമിൽ തന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇന്നാണ് കേട്ടോ നമ്മളുടെ വൈൻ ഉണ്ടാക്കി വെച്ചിട്ട് 3-ാമത്തെ ദിവസമാണ്. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് വൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ. ഓക്കെ, ഇത് നമുക്കൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്ത് നോക്കാം. ഇനി അപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല വൈൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിൽ ആദ്യം അരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ മേളിൽ വരുന്ന അതിന്റെ വേസ്റ്റുകൾ ഉണ്ടല്ലോ അതൊരിക്കലും നമ്മൾ ഞെക്കി പിഴിഞ്ഞൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അപ്പോൾ ഒരുപാട് അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കും. അപ്പൊ അതൊരു നമുക്ക് അത്ര യൂസ് ചെയ്യാനും കൊള്ളില്ല. സോ നമുക്ക് തന്നെ ചെയ്യാം, ഇത് അരിച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് തുണിയിൽ ഒന്നുകൂടെ അരിക്കാം. തുണിയിൽ അരിക്കുമ്പോൾ നല്ലവണ്ണം അതിന്റെ അടിയിൽ ഇതെല്ലാം പോകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറേയും കൂടി ഇതായിട്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ കൂടുതൽ തെളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വൈന്. 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. എനിക്ക് മധുരം കുറവ് മതിയായ കാരണം ഞാൻ കുറച്ച് മധുരം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അധികം മധുരം വേണ്ടവര് കൂടുതൽ മധുരം യൂസ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.